ദൈവമേ, ഇയാളാണോ സി ഐ? ആരാ? കേട്ടിട്ടില്ലേ? മിന്നൽ മിന്നൽ രാജൻ. എസ് ഐ കെ ഡി ദാമോദരൻ. എടുക്കടോ. എടുക്കാൻ. ഓ, ഇവനിട്ടതാ. പോടാ. ഇതെന്താ? മീനാക്ഷിപുരത്ത് നിയമപാലക. കൊള്ളാം. മേലിൽ ഇത് ആവർത്തിച്ചാൽ കേടിച്ചെടുക്ക. എന്താടോ ഇവിടെ കേടുകളാരുല്ലേ? ഇല്ല സാർ, ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാണ്. ഷട്ട് അപ്പ്. ഇതിൽ വെക്കാൻ ഒന്നും ഇതുവരെ കിട്ടിയില്ലേ? കണ്ടിട്ടില്ലേ ഇതിനു മുമ്പ് ജോലി ചെയ്ത സ്റ്റേഷനിൽ ഈ ഫോട്ടോ സ്റ്റുഡിയോയിലൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പോലെ? എന്താടോ മിഴിച്ചു നിൽക്കുന്നത്? സാർ ഇവിടെ ഈ ബോർഡിൽ വെക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അയ്യോ, ഞാൻ തന്നെ വേണോ ഇത് ഒട്ടിക്കാൻ? ഒട്ടിക്കടോ. സാർ, കുറച്ചു നാളത്തേക്ക് ഞാൻ ലീവിൽ പോവാ. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഞാനൊന്ന് കണ്ടോട്ടെ. രാജമാണിക്യം നാടാർ. എന്താണ് നിനക്കൊരു കാര്യം? എന്തിനു വന്നു? ഇൻസ്പെക്ടർ സാബ്, ഈ അബ്ബാസിനെ ഒതുക്കാൻ ഉണക്ക ലാത്തിയൊന്നും പറ്റില്ല. നിന്നെ ഒതുക്കാൻ എനിക്ക് ലാത്തിയുടെ ആവശ്യമില്ല. നായിന്റെ മോനെ. ഓഹോ, ചോട്ടാദാദ പിടിച്ചാദ. അവനെ തൊഴരുത്. അബ്ബാസ് ആരാണെന്ന് അപ്പോ അറിയും. എങ്കിലും അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അടിക്കടാ അവനെ. ഇൻസ്പെക്ടർ സാബ്, കൊള്ളാവുന്ന പോലീസുകാരെ എന്നും ഞാൻ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെ ഉപദ്രവിച്ചാലുണ്ടല്ലോ, എന്റെ പേരിൽ ഒരു കേസ് പോലും നിലവിലില്ല. എന്നെ കസ്റ്റഡിയിൽ എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല. കുറഞ്ഞ പക്ഷെ ഒരു വാറണ്ടെങ്കിലും സംഘടിപ്പിക്കാൻ നോക്ക്. ചെഗോ. നിന്നെപ്പോലുള്ള ക്രിമിനൽസിനെ ഇടിച്ച് കണ്ണിന് ഇടിമിന്നല് പറിച്ചന് അവരെനിക്ക് ഓമന പേരാടാ മിന്നൽ. പോലീസുകാർ ഇടിച്ചിട്ട് സ്റ്റേഷനിൽ കയ്യും വീശി ഇറങ്ങി പോവാന്ന് കരുതിയോളാ. മാറിക്കോ.
നാണമില്ലടോ തനിക്ക്? ഒരു സർക്കിൾ ഇൻസ്പെക്ടർ സ്ട്രീറ്റ് റോഡിയെ പോലെ റോഡിൽ കിടന്ന് സാറേ ഇവൻ തന്നെ കുറിച്ച് എനിക്കറിയാം. ഓവർ സ്മാർട്ട് ആകാൻ നോക്കുന്നു. അബ്ബാസ് പോയി കാറി കയറിക്കേ. എന്താണോ വന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ മേടിക്കാൻ തിരക്കായോ തനിക്ക്? സാറേ നോൺസെൻസ്. தம்பி, விஷயம் தெரியலன்னா தெரிஞ்சவங்க கிட்ட கேட்டுக்கணும். அவங்கிட்ட எல்லாம் விளையாடக்கூடாது. அப்பாஸ் அமானுல்லா கான் யார் தெரியுமா? അവൻ ആരായ എനിക്കെന്താടോ? അല്ല നമ്മളാരാ? நான் யாரா? என்ன தெரியாதா உனக்கு? നല്ല തെരിയും. എന്നോട് കളിക്കരുത്. കളിച്ചാൽ ഈ മിന്നൽ ആരാണെന്ന് ഞാൻ തന്നെ കാണിച്ചു തരാം. சின்ன வயசு. ആരോടാ രാജൻ ഇത്ര വാശി? ടീച്ചർ അല്ല മാഡം. കൃഷ്ണൻകുട്ടി രണ്ട് ചേരം എടുക്ക. മാഡം ഈ ആ സമയത്ത് ഇതുവഴി വന്നപ്പോ വെറുതെ ഒന്ന് കയറണമെന്ന് തോന്നി. ഇരിക്കെ. കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോ വില്ലത്തരം കാണിച്ചിരുന്ന രാജൻ ഒട്ടും മാറിയിട്ടില്ല അല്ലേ? അറിഞ്ഞു ഇന്നുണ്ടായ ഭൂകമ്പം. മാഡം ഞാൻ 100% പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ സംഭവം. യെസ്, ഐ നോ ഇറ്റ്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. രാജൻ ഇവിടെ വിടണമെന്നുണ്ടോ? ഏത് സ്റ്റേഷൻ എനിക്ക് ഒരുപോലെയാ. പക്ഷെ ഇവിടെ വിടുന്നതിന് മുമ്പ് ഈ കാക്കി കുപ്പായിട്ടുകൊണ്ട് രാജമാണിക്യ നാടാരോട് പകരം വീട്ടണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നടക്കുമെന്ന് എനിക്കറിയില്ല. ഇലക്ഷനിൽ ഇവിടെ പലതും സംഭവിച്ചേക്കാം. അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് തോന്നി. ഇപ്പൊ അത് മാറി. രാജനിൽ, ധിക്കാരിയായ സർക്കിൾ ഇൻസ്പെക്ടർ രാജനിൽ സ്റ്റിൽ ഐ ഹാവ് കോൺഫിഡൻസ്. എന്താ വിശ്വാസക്കുറവുകൊണ്ടാണോ പരിശോധനയ്ക്ക് ഇറങ്ങിയത്? വിശ്വാസക്കുറവുകൊണ്ടല്ല. ഈ നാട്ടിലില്ലാത്തൊരു പരിപാടി ആയതുകൊണ്ട് ഒരു മനസമാധാനക്കുറവ്. അബ്ബാസിന്റെ പണി അബ്ബാസിന് വിട്ടുതരിക. நான் 1000 வாட்டி சொன்னேன், இவன் நம்பவே இல்ல. நீங்க நிம்மதியா நம்ம வேலையை பாருங்க. வரேன், வாயா. சந்தேகம் பிடிச்சவன்லாம் கூட வச்சுட்டு பெரிய தொல்லையா போச்சு. എടോ നാടരെ, അവൻ പറയുന്നത് വിശ്വസിക്കാവോടോ? അവന്റെ താടിയും മുടിയും നോട്ടവും എല്ലാം കൂടെ കാണുമ്പോ சீக்கே, நீ கவலையே படாத. அவன் பாக்குறதுக்கு தான் அப்படி. யாருகிட்டயும் பேச மாட்டான். ஆனா காரியத்துல கெட்டிக்கார. അതല്ലടോ ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ അന്നത്തെ വിരട്ട് ആ പത്രക്കാരി പെണ്ണിന് ഏറ്റ ലക്ഷണമില്ല. ഇനി അവളെ വെറുതെ വിട്ടാൽ നമ്മൾ ആപ്പിലാവും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. என்னையா பைத்தியக்கார மாதிரி பேசுற? അവൾ വീണ്ടും എന്തൊക്കെയോ കുണ്ടാമണ്ടികൾ ഒപ്പിക്കാൻ പോവാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. നമ്മുടെ ഡിസ്റ്റിലറിയും മദ്യദുരന്തവും അബ്ബാസും ഇലക്ഷനും എല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി തയ്യാറാക്കി അവൾ ഡൽഹിയിലെ പത്രത്തിൽ അയക്കാൻ പോവാണെന്ന്. ഇലക്ഷൻ കമ്മീഷണർക്കും കോപ്പി അയക്കുമെന്ന്. போயா. താൻ ആ ഇലക്ഷൻ കമ്മീഷണറെ പറ്റി കേട്ടിട്ടുണ്ടോ? അല്ല, ഇയാളെല്ലാം പത്രം വായിക്കുകയല്ലോ. അങ്ങേരാളൊരു കടിക്കാൻ പറ്റിയ എല്ലും കഷ്ണവും കാത്തു കിടക്കുകയാണ് അയാള്. മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വീണെന്ന് പറഞ്ഞതുപോലെ ഈ ന്യൂസ് സ്റ്റോറിയും കൂടി ആവുമ്പോ ഇലക്ഷൻ എങ്ങാനും ക്യാൻസൽ ചെയ്യുമെന്നാണ് എന്റെ പേടി. யார் அந்த எலெக்ஷன் கமிஷனர்? ചീഫ് മിനിസ്റ്റർ നമ്മ പക്കം തന്നെ. ചീഫ് മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്റർ പക്ക വരുന്നാലും ഒന്നും ചെയ്യാനാവില്ല. തനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ ഇലക്ഷൻ കമ്മീഷണറെ. ഒരു നിലയ്ക്കും ആ പെണ്ണ് എഴുതുന്ന ഒരു സ്റ്റോറിയും ഡൽഹിയിൽ എത്താൻ പാടില്ല. ஓ, அப்படி ஒண்ணு இருக்கா?
എങ്ങനെ സംഭവിച്ചു എന്ന് വല്ല വിവരമുണ്ടോ? അന്വേഷിക്കുന്നുണ്ട് സാർ. ஏதோ ஆக்சிடென்ட்ல செத்து போச்சுன்னு கேள்விப்பட்டேன். എന്തായാലും വിശദമായ അന്വേഷണം വേണം. സാർ വാ. പത്രങ്ങളുടെയും പത്രക്കാരുടെയും സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതിലൊരു വീഴ്ചയും ഉണ്ടാവില്ല. ഈ കാര്യം ഞാൻ വീണ്ടും 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 പൊക്കിപ്പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. കവിതാ മേനോന്റെ മരണം ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതകമാണ്, ആസൂത്രിതമായ കൊലപാതകം. ഇതിന്റെ പിന്നിലുള്ള കറുത്ത ശക്തികളെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ഞാനും എന്റെ പാർട്ടിയും ശക്തമായി ശ്രമിക്കുന്നതാണ്. ഈ നാട്ടിലെ നിയമസമാധാനം തകർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ സംഭവം. ഇലക്ഷൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയായ മന്ത്രി മുഖവിന്റെയും